എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ബി ജെ പി നേതാവ് അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുമ്പോൾ എന്നെ പോലെ ഒരു സാധാരണക്കാരിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എൻ്റെ അമ്മേ ഹിന്ദുത്വം മാത്രമാണ്, ഹിന്ദുക്കൾക്ക് മാത്രം നിലനിൽപ്പുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ്. പക്ഷേ അനൂപ് ആൻ്റണി എന്ന് പറയുന്ന ക്രൈസ്തവ വിശ്വാസത്തിൽ ഊന്നിയ ഒരാൾ ഇതിലേക്ക് വരുമ്പോൾ ഇതിലേക്ക് പാർട്ടിയിലേക്ക് സ്ഥാനങ്ങൾ കിട്ടാനോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉയരങ്ങളിലേക്ക് എത്താനോ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അത് ഈ ഒരു ചിന്താഗതി മലയാളികൾക്കുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്തത്തില്ലായിരുന്നു. ഞാൻ താരതമ്യേന ജൂനിയർ മോസ്റ്റ്, അതായത് പ്രായം വെച്ച് ജൂനിയർ മോസ്റ്റ് ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പാർട്ടിയിലുള്ള ബാക്കി എല്ലാ ജനറൽ സെക്രട്ടറിമാരും എന്നെക്കാളും വളരെ സീനിയറാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, ശ്രീ എം ടി രമേശ്, ഇവരൊക്കെ എന്നെക്കാൾ എത്രയോ സീനിയറാണ്. അവരോടൊപ്പം എനിക്കൊരു ചാൻസ് തന്നത് തന്നെ എൻ്റെ പാർട്ടി, നമ്മുടെ കമ്മ്യൂണിറ്റിയെ, എൻ്റെ കമ്മ്യൂണിറ്റിയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന് വലിയൊരു തെളിവാണ്. അതാ പറഞ്ഞത്, ഒരു ഇമേജ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്, ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ചു. പ്ലെയിൻ രാഷ്ട്രീയം. കാരണം എല്ലാവരും ഈ കോൺഗ്രസ് ഇടതുപക്ഷവും കരുതുന്നത് ബി ജെ പി ഇപ്പം നല്ല രീതിയിൽ വളർന്നു വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ടുണ്ട്. ക്രൈസ്തവർ ബി ജെ പിയോട് അടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു സ്ഥാനം പോകുമോ എന്നുള്ളൊരു ഭയം കാരണം അവർ ക്രൈസ്തവരെ കാലങ്ങളായിട്ട് ഭയത്തിൽ നിർത്തുകയായിരുന്നു. ബി ജെ പി വന്നാൽ അങ്ങനെ സംഭവിക്കും, ബി ജെ പി വന്ന്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നരേന്ദ്രമോദി 11 വർഷമായി കേരളത്തിൽ എന്താണ്, ഏത് ക്രൈസ്തവന് എന്ത് പ്രശ്നമാണ് സംഭവിച്ചത്? അല്ലെങ്കിൽ പോട്ടെ,